എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയൊന്നും ഇല്ലാതെ തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. നമ്മൾ 100ന്റെ നിറവിലാണ് നിർത്തിയത്. 100ാമത്തെ അധ്യായം, 101ാമത്തെ അധ്യായം മുതൽ വായിച്ചു തുടങ്ങാം. ഈ അധ്യായത്തിൻ്റെ പേര് പരമോപദേശ എന്നാണ്. അന്തിമമായ ഉപദേശം. വസിഷ്ഠ മഹർഷിയുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നതെല്ലാം അന്തിമമായ ഉപദേശമാണ്. ബ്രഹ്മത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും വസിഷ്ഠ മഹർഷിക്ക് പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. വസിഷ്ഠ മഹർഷി തന്നെയാണ് ഈ സർഗം ആരംഭിക്കുന്നത്. ശ്രീ വസിഷ്ഠ ഉവാച ചിന്മാത്രമേവ പുരുഷസ്തദേവേത്ഥമവസ്ഥിതം ചിന്മാത്രവ്യതിരേകേണ കിമന്യതുപപദ്യത്തെ. ചിന്മാത്രമേവ പുരുഷ, ചൈതന്യം മാത്രമാണ്, അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപമായിട്ടുള്ളവനാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമപുരുഷനായ ജഗതീശ്വരൻ എന്നർത്ഥം സ്വീകരിക്കാം. ഓരോ ശരീരത്തിലും ഇതെൻ്റെ ശരീരമാണ്, അല്ലെങ്കിൽ ഈ ശരീരമാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്ന ജീവനുമാവാം. ജീവനാകാം, ഈശ്വരനാകാം, പരമാത്മാവാകാം. എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ്. ചിന്മാത്രമേവ പുരുഷ, ഈ ജീവൻ അല്ലെങ്കിൽ പരമപുരുഷനായ ജഗതീശ്വരൻ ചൈതന്യസ്വരൂപൻ തന്നെയാണ്. തദേവേദ്ധം അവസ്ഥിതം, അത് തന്നെയാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. പല ആകൃതികളിൽ, പല ഭാവങ്ങളിൽ, പല പ്രകടന വിശേഷങ്ങളായി കാണപ്പെടുന്നത് ശുദ്ധബോധം തന്നെയാണ്. ചിന്മാത്ര വ്യതിരേകേണ കിമന്യതുപപദ്യതേ, ചൈതന്യത്തിൽ നിന്ന് ഭിന്നമായി മറ്റെന്താണ് ഇവിടെ ഉണ്ടാവാൻ പറ്റുക? മറ്റൊന്ന് ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല. ഉള്ളത് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമാണ്. അതല്ലാത്ത മറ്റൊന്നും ഉള്ളതാവാൻ പറ്റില്ല. ഉണ്മസ്വരൂപമായത് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതായി പോവും. സത്സ്വരൂപമാണ് ബ്രഹ്മം. അതാണ് വാസ്തവത്തിലുള്ളത്. അപ്പോൾ ചിന്മാത്രത്തിൽ നിന്ന് വ്യതിരേകം എന്ന് പറഞ്ഞാൽ വിഭിന്നം, ചൈതന്യത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള എന്താണ് ഇവിടെ ഉണ്ടാവാൻ പറ്റുക? ചൈതന്യ ഭിന്നം എന്ന് പറഞ്ഞാൽ ജഡം എന്നർത്ഥം. ജഡം ബോധത്തിലെ വെറും ഒരു തോന്നൽ മാത്രമാണ്, ഭ്രമം മാത്രമാണ്, കഴമ്പില്ലാത്ത കാഴ്ച മാത്രമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. സർവവാദിനാമപി ചിന്മാത്രമേവ തത്വം ഇത്യവഗമേ യഥാ അഭയപ്രതിഷ്ഠാപ്രാപ്തി തഥാ വർണ്ണയിതും പീഠികാം രചയതി. ആമുഖം അല്ലെങ്കിൽ പീഠിക, ആ പീഠികയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ഏത് തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയോ ആയിക്കോട്ടെ, ഭാരതത്തിൽ ഷഡ്ദർശനങ്ങളുണ്ട്. ആ 6 ദർശനങ്ങളിൽ ഒന്നാണ് ഉത്തരമീമാംസ എന്ന പേരിൽ അറിയപ്പെടുന്ന വേദാന്തം. വൈശേഷികം, ന്യായം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഇങ്ങനെ ഏത് വീക്ഷണകോണിനെ അല്ലെങ്കിൽ ഏത് ചിന്താ പദ്ധതിയെ പിന്തുടരുന്ന വ്യക്തിയായാലും ചൈതന്യമാണ് അങ്ങനെ കാണപ്പെടുന്നത്. അതാത് ദർശനങ്ങളിലെ അധിഷ്ഠാന സത്യമായി ഓരോരുത്തരും അംഗീകരിച്ചിട്ടുള്ളത് ഈ ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് അഭയസ്ഥിതി കൈവരുന്നു. അഭയസ്ഥിതി എന്ന് പറഞ്ഞാൽ നിർഭയമായ സ്ഥിതി, ഭയമില്ലായ്മ, ഭയമില്ലാത്ത സ്ഥാനം. യാജ്ഞവൽക്യ മഹർഷി ജനകനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അഭയം വൈ പ്രാപ്ത ജനകോസി. അല്ലയോ ജനക മഹാരാജാവേ, അങ്ങ് ഇപ്പോഴാണ് അഭയസ്ഥാനത്തെ പ്രാപിച്ചത്. അഭയസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാ ഭയങ്ങളും എവിടെയാണോ ഒഴിഞ്ഞു പോകുന്നത്, ഏത് ആത്മതത്വത്തിലെത്തിയാൽ സകല ഭയങ്ങളിൽ നിന്നും ഒരാൾ മുക്തനായിത്തീരുമോ അതാണ് ഏറ്റവും ഭയരഹിതമായ സ്ഥാനം, അല്ലെങ്കിൽ അഭയം. അഭയപ്രതിഷ്ഠ, ആ അഭയത്തിൽ പ്രതിഷ്ഠ,
നമ്മുടെ ഭയങ്ങളിൽ നിന്നെല്ലാം നാം മോചിതരാകുന്നത് ഈ ആത്മതത്വത്തെ അറിയുമ്പോൾ മാത്രമാണ്. ആ അഭയപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥിതി അഥവാ മോക്ഷം, അതിനെ വർണ്ണിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ വസിഷ്ഠ മഹർഷി. ചിന്മാത്രമേവേത്യാദിന, ചിന്മാത്രമേവ എന്നാണ് ഈ സർഗത്തിലെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ഇത്തം അനേന നാനാവാദി പരികൽപ്പിത സ്ഥായി ക്ഷണികാദിരൂപേണ ജന്മ മരണ ഭയശോകാദിരൂപേണ ച. നാനാവാദി പരികൽപ്പിതം, ഓരോരുത്തരും ഓരോ വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ പരമതത്വം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. ഇങ്ങനെ പല വാദികളുടെയും അതാത് ദർശനങ്ങളിലുള്ള മൂലപ്പൊരുൾ അല്ലെങ്കിൽ അധിഷ്ഠാന തത്വം അത് അവരുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അതൊന്നും അന്തിമമായ സത്യമല്ല. ഈ ഓരോ ദർശനങ്ങളും ഋഷിപ്രോക്തങ്ങളാണ്, ഋഷിമാരാണ് അതിൻ്റെ ആചാര്യന്മാർ. എങ്കിലും പരമസത്യം ബ്രഹ്മം മാത്രമാണുള്ളത്. മറ്റുള്ളതൊക്കെ ഏത് ഋഷി പറഞ്ഞാലും എത്ര മഹാത്മാവോ ആയിക്കോട്ടെ അദ്ദേഹം, അതൊന്നും ശാസ്ത്രസമ്മതമല്ല, ഉപനിഷത്തിന് സമ്മതമായ കാര്യമല്ല. ഇങ്ങനെ പലതരത്തിലുള്ള വാദങ്ങൾ, അവയൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ കൽപ്പനകളാണ്. സ്ഥായി ക്ഷണികാതിരൂപേണ, ഈ പ്രപഞ്ചം ശാശ്വതമാണ്, ഇത് എന്നും നിലനിൽക്കുന്നതാണ് എന്ന് വാദിക്കുന്ന കൂട്ടരുണ്ട്. അല്ല, ഇത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ക്ഷണികമാണ് എന്ന് വാദിക്കുന്ന കൂട്ടരുണ്ട്. അതൊന്നും ഉപനിഷത്ത് സമ്മതമായ സത്യമല്ല. ജന്മ മരണ ഭയശോകാദിരൂപേണ ച, ആത്മതത്വത്തെ വിട്ടിട്ട് മറ്റെന്തെങ്കിലും ഒന്നിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് ജനന മരണ ഭയശോകാദി ഭാവങ്ങളെ പിന്തുടരേണ്ടി വരും. ഇവയിലൂടെയൊക്കെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വരും. കാരണം പരമസത്യത്തെ അറിഞ്ഞിട്ടില്ല. അത് തന്നെയാണ്. രണ്ടാമത്തെ ശ്ലോകം വായിക്കാം. തച്ചാവദാതമാകാശം തന്മയേ ദ്രഷ്ടൃദൃശ്യതേ താവന്മാത്രം ജഗതോ ഹേയോപാദേയധീഃ കുതഃ. തച്ച അവദാതമാകാശം, ചിന്മാത്രം എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ വസിഷ്ഠ മഹർഷി പറഞ്ഞു. എന്താണ് ഈ ചിത്ത് അല്ലെങ്കിൽ ബോധം, ബ്രഹ്മം, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായ സത്യം? അത് അവദാതമായ ആകാശം. അവദാതം എന്ന് പറഞ്ഞാൽ നിർമ്മലം, ഒരു കളങ്കവുമില്ലാത്തത്, അതിശുദ്ധം, പരമപാവനം, ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ആകാശമല്ല. വ്യാപ്തിയുടെ കാര്യത്തിൽ അതിനെ ആകാശവുമായി താരതമ്യം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഈ ബ്രഹ്മമെന്ന് പറയുന്നത് ആകാശമല്ല. കാരണം ആകാശം സൃഷ്ടിക്കപ്പെട്ടതാണ്. ബോധത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടെന്ന് തോന്നിയ ഒരു ദൃശ്യമാണ് ഈ ആകാശം. ആകാശം ജഡമാണ്. ഈ ആത്മാവ് ഒരിക്കലും ജഡമല്ല. അത് നിർമ്മലമായ പരമാകാശമാണ്. ആകാശം പൊള്ളയാണ്, ബ്രഹ്മം ഇടതൂർന്നതാണ്, സാന്ദ്രമാണ്. എന്നാലും ഇത് അനന്തമായി വ്യാപിച്ചു കിടക്കുന്നു. എല്ലാ പദാർത്ഥങ്ങളുടെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മത്തെ ആകാശവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. ബ്രഹ്മാകാശം അല്ലെങ്കിൽ ബോധാകാശം എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ഒരു തത്വമാണ് ഈ ബ്രഹ്മം. തന്മയേ ദ്രഷ്ടൃദൃശ്യത്തെ, അത് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ. അതിൽ സാപേക്ഷങ്ങളായ ദ്രഷ്ടൃദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. ദൃശ്യത്തെ കാണുന്നവനാണ് ദ്രഷ്ടാവ്. ദ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഉള്ളതായി
തോന്നുന്നതാണ് ദൃശ്യം. ഇത് രണ്ടും കള്ളമാണ്. ദൃഗ്ദൃശ്യങ്ങൾക്കപ്പുറത്താണ് ബ്രഹ്മത്തിൻ്റെ സ്ഥിതി. അതുമാത്രമേ ഉള്ളൂ എങ്കിൽ അതിൽ അനേകം ജീവന്മാർ, പലതരം വ്യക്തിത്വങ്ങൾ, ഞാൻ, അത് വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ്. അത് വാസ്തവമല്ല. നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാനെന്ന് പറയുന്നത് വെറും നിഴലാണ്. അതൊരു വസ്തുവല്ല. വസ്തു ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ അന്തഃകരണത്തിലുള്ള പ്രതിബിംബമാണ് ഞാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവൻ അഥവാ ജീവഭാവം. അത് വാസ്തവമല്ല എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ബ്രഹ്മജ്ഞാനം. താവൻ മാത്രം ജഗതഃ, ഈ ദ്രഷ്ടാവ് അഥവാ ജീവൻ, കാണുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ, വ്യക്തിത്വം, അതും അതുപോലെ ആ ജീവന്റെ അനുഭവത്തിലുള്ള ജഗത്തും ബ്രഹ്മം തന്നെ. ചിതിഹാസ്തീഹ ചിന്മാത്രം ഇദം ചിന്മയമേവഹി ചിത്വം ചിദഹം ഏതേ ച ലോകാഹ ചിതിതി സംഗ്രഹഃ. ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ഞാൻ അർജന്റായിട്ട് ദേവലോകത്തിലൊരു കോൺഫറൻസിന് പോവുകയാണ്. ശുക്രാചാര്യരാണെന്നാണ് തോന്നുന്നത്. വാസിഷ്ഠത്തിൽ വരുന്ന ഒരു കഥയാണ്. അദ്ദേഹം ആരോടാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് മറന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരോടാണത് പറയുന്നത്? മഹാബലിയാണോ? അപ്പോൾ കൂടുതലൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക്, ദേവലോകത്തിലൊരു കോൺഫറൻസ് ഉണ്ട്. ഇതൊക്കെ ബാലകൃഷ്ണ സാറിൻ്റെ ഇതാണ്, ഇത് സങ്കല്പമാണ്, അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് വേറൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിക്കാം. ഇപ്പോൾ സത്യം എന്താണെന്ന് ചുരുക്കി പറഞ്ഞു തരാം ഒറ്റ ശ്ലോകത്തിൽ. ചിതിഹാസ്തി, ഇവിടെ ചിത്ത മാത്രമേ ഉള്ളൂ. ചിന്മാത്രം, അത് ചിത്താണ് ഇവിടെ ഉള്ളത്, അതുമാത്രമേ ഉള്ളൂ. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്നല്ല, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ, ഈ പ്രപഞ്ചത്തിൽ എന്നർത്ഥം. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇദം ചിന്മയമേവ ഹി, ഇത് നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ അനന്തമായി വിലസിക്കുന്ന ആദ്യന്തങ്ങളില്ലാത്ത ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ആകാശം ചിന്മാത്രമാണ്, ചൈതന്യം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിലെ ഒരു തോന്നൽ, ഈ തോന്നലിന് അധിഷ്ഠാനമായിട്ടുള്ളത് ബ്രഹ്മമാണ്. ഈ കാഴ്ച വാസ്തവത്തിൽ അതിലില്ല. ഇദം ചിന്മയമേവഹി, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് അർത്ഥം. ഇത് തന്നെയേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഹി എന്നുള്ള അടുത്ത വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഉറപ്പിക്കാനാണ്. ഇത് മാത്രം, ഇത് തന്നെ, ഇതേ ഉള്ളൂ. ആ സത്യത്തെ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് ഒരേ അർത്ഥത്തിലുള്ള രണ്ട് വാക്കുകൾ അടുത്തടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇദം ചിന്മയമേവഹി ചിത്വം, അല്ല അതൊക്കെ ഇരിക്കട്ടെ. ഈ പ്രപഞ്ചം, നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള ഈ പ്രപഞ്ചം, അത് ബ്രഹ്മമാണ്, സമ്മതിക്കാം. ജ്ഞാനം അങ്ങും. കുഞ്ഞെ നീ അത് തന്നെ എന്നാണ് പറയുന്നത്. ഈ തത്വമസി എന്നുള്ളത് ഛാന്തോക്യ ഉപനിഷത്തിൽ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് ഉപദേശിക്കുന്ന ഒരു വാക്യമാണ്. 9 പ്രാവശ്യമാണ് തത്വമസി ഉപദേശിക്കുന്നത്. നീ അതാണ്, അതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള പ്രപഞ്ചം. ആ ഇത് എന്നുള്ള വാക്കിൽ ബാഹ്യപ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളും നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണനും ബുദ്ധിയും അഹങ്കാരവും എല്ലാം ഈ ഇത് എന്നുള്ള വാക്കിൽ അടങ്ങും. ഇതിൻ്റെ അകത്ത് പെടാത്തത്, ഇതിനെയൊക്കെ ഉള്ളതാക്കി തീർക്കുന്നത്, ഇതിൻ്റെയൊക്കെ അധിഷ്ഠാനമായത്, അതാണ് ചിത്ത്. ഇപ്പോൾ ശുക്രാചാര്യ പറയുന്നത് ചിത്വം, അങ്ങ് ചൈതന്യം തന്നെ. അപ്പം ഞാനും അത് തന്നെ. ചിദഹം, ഞാനും അത് തന്നെ, നീയും അത് തന്നെ. അല്ല, ഈ ജനങ്ങളോ, ഈ ഭൂലോകവാസികൾ ഒക്കെ ബ്രഹ്മമാണ് എന്നാണ്. ഏതേച്ച ലോകാഹ, ഈ ലോകർ
അല്ലെങ്കിൽ ഈ ലോകങ്ങൾ എല്ലാം ചിത്ത് തന്നെയാണ്. ഇതി സംഗ്രഹ. ഇതാണ് രത്നച്ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ, പതുക്കെ പറഞ്ഞാൽ പപ്പടം, കുറച്ചുകൂടെ വേഗത്തിൽ പറഞ്ഞാൽ പപ്പടം. ഇനിയും കുറച്ചുകൂടെ ചുരുക്കിയ പടം എന്ന് പറഞ്ഞത് മുഴുവൻ പറയാൻ സമയമില്ല. പപ്പടം എന്ന് മുഴുവനായിട്ട് പറയാൻ സമയമില്ല. അതുപോലെ പരമസത്യത്തെ ചുരുക്കി പറയുകയാണ് ശുക്രാചാര്യൻ. അതുപോലെ തന്നെയാണ് വസിഷ്ഠ മഹർഷിയും പറയുന്നത്. തച്ച അവതാതമാകാശം തന്മയേ ദ്രഷ്ടൃദൃശ്യത്തെ. അത് മാത്രമേ ഉള്ളൂ. അതിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ദ്രഷ്ടൃഭാവം, ഞാൻ എന്ന ജീവഭാവം. താവൻ മാത്രം ജഗത്, ഈ ലോകം ജഗത്തും അത് തന്നെ. അതഹ, അതുകൊണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മമായതുകൊണ്ട്, ദ്രഷ്ടാവും ദൃശ്യവും രണ്ടും ബ്രഹ്മമായതുകൊണ്ട്, ഹേയോപാദേയ ധീഹ് കുതഹ. ഇവിടെ എന്താണ് സ്വീകരിക്കാനുള്ളത്, എന്താണ് ത്യജിക്കാനുള്ളത്? ഇവിടെ സ്വീകാര്യമായതെന്ത്, ത്യാജ്യമായതെന്ത്? എന്തിനെയാണ് നമ്മൾ വേണം എന്ന് പറയുക, എന്തിനെയാണ് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയുക? പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ചിലത് വേണം, ചിലത് വേണ്ട. ഇതിനെയാണ് നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. സുഖം വേണം, ദുഃഖം വേണ്ട. ജയം വേണം, പരാജയം വേണ്ട. ലാഭം വേണം, നഷ്ടം വേണ്ട. മോക്ഷം വേണം, ബന്ധം വേണ്ട. ഈ ധാരണ തന്നെ തെറ്റാണെന്നാണ്. ഈ ധാരണ തന്നെ തെറ്റ്. നിങ്ങൾ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാം വാസ്തവത്തിൽ ബ്രഹ്മമാണ്. അങ്ങനെ തള്ളാനോ കൊള്ളാനോ ആഗ്രഹിക്കുന്ന നിങ്ങളും ബ്രഹ്മമാണ്. അപ്പോൾ പിന്നെ ചിലത് വേണം, ചിലത് വേണ്ട, ഇങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഒക്കെ ഒന്ന് എന്ന് തീരുമാനിച്ച് ശാന്തനായി കഴിയൂ. ഇതാണ് വേദാന്ത ശാസ്ത്രത്തിന് നമ്മോട് ആവശ്യപ്പെടാനുള്ളത്. ഹേയോപാദേയ ധീഹ് കുതഃ. ഹേയം തള്ളിക്കളയപ്പെടേണ്ടത്, ഉപേക്ഷിക്കപ്പെടേണ്ടത്, ത്യാജ്യം. ഉപാദേയം സ്വീകരിക്കപ്പെടേണ്ടത്. അങ്ങനെ തള്ളാനോ കൊള്ളാനോ ആയിട്ട് ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ വേണ്ട എന്ന് തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നതും വാസ്തവത്തിൽ ബ്രഹ്മമാണ്. വേണം എന്ന് ആഗ്രഹിക്കുന്നതും ബ്രഹ്മമാണ്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിയാത്തത് കൊണ്ട് ചിലത് നിങ്ങൾക്ക് ത്യാജ്യങ്ങളും പലത് നിങ്ങൾക്ക് സ്വീകാര്യങ്ങളുമായി തീരുന്നു. അത് അജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. തദേവ ഉപപാദയൻ തത്തത് ഫലമാഹ. ഈ ബ്രഹ്മം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിയാൽ അതുകൊണ്ട് ഒരാൾക്ക് എന്ത് നേട്ടമാണ് കൈവരിക്കാൻ കഴിയുക? എല്ലാം ഒന്ന്. ആ ഒരു ഭാവം ശീലിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് ത്യജിക്കാനോ സ്വീകരിക്കാനോ ആയിട്ട് പിന്നീട് ഒന്നും ഉണ്ടാവില്ല. ഈ ത്യജിക്കണം സ്വീകരിക്കണം എന്നുള്ള ഭാവങ്ങൾ മനസ്സിനെ നിലനിർത്തുന്ന ഘടകങ്ങളാണ്. മനസ്സ് എന്തുകൊണ്ട് നശിക്കുന്നില്ല? മനസ്സെന്തുകൊണ്ട് അടങ്ങുന്നില്ല? ഞാൻ പ്രാണായാമം ചെയ്യുന്നു, തലകുത്തി നിൽക്കുന്നു, ആസനങ്ങൾ, എന്തൊക്കെയോ കസർത്തുകൾ പലതും കാണിക്കുന്നു. ഈ മനസ്സ് മാത്രം എൻ്റെ വരുതിയിൽ നിൽക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പലതും വേണം, പലതും വേണ്ട. ഈ ഭേദചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഭേദചിന്ത ഉള്ളിടത്തോളം കാലം മനസ്സ് ഉപശമിക്കുകയില്ല, മനസ്സ് ശാന്തമാവില്ല. അതിനെ അദ്വൈതം പഠിപ്പിക്കൂ. ഇല്ല, അദ്വൈതം ഞങ്ങൾ സാക്ഷാത്കരിച്ചിട്ടില്ല. സാക്ഷാത്കരിച്ചാൽ പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. സാക്ഷാത്കരിക്കുന്നതിന് മുമ്പാണ് മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് നിർബന്ധമായും മനസ്സ് ഉൾക്കൊള്ളണം. എന്ത്? അദ്വൈതം മാത്രമാണ് സത്യം എന്ന കാര്യം. അപ്പോൾ
ഈ 1-ാം ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ പ്രയോജനത്തെയാണ് ഈ 2-ാം ശ്ലോകത്തിൽ പറയുന്നത്. തച്ചിന്മാത്രം ച അവതാതം നിർമ്മലം ആകാശമേവ. ഈ ചിത്ത് അല്ലെങ്കിൽ ബോധം എന്ന പേരിൽ അറിയപ്പെടുന്നത് നിർമ്മലമായ ആകാശം പോലെ ഒന്നാണ്. അത് ആകാശമല്ല, ജഡമല്ല, അത് പൊള്ളയുമല്ല, നിറഞ്ഞ പൂർണ്ണമായ എന്നാൽ അനന്തമായ ഒരു തത്വമാണ് ഈ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. തന്മയേ തദ് വിവർത്തഭൂതേ. ഈ ബ്രഹ്മം തന്നെ പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്നു. അതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. വിവർത്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു യഥാർത്ഥത്തിൽ പരിണമിക്കാതെ അത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ല, പക്ഷേ ഒരു വലിയ ജലാശയം അലയടിക്കുന്നത് പോലെ തോന്നുന്നു. അത് കാണുന്നവൻ്റെ സവിശേഷതയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് മരുഭൂമിയുടെ സവിശേഷതയാണ്. മരുഭൂമിക്ക് അങ്ങനെയുള്ള ഒരു കാഴ്ചയെ ഉണ്ടാക്കി നമ്മെ കാണിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനെ സത്യമെന്ന് കരുതുന്നത് നമ്മുടെ പിടിപ്പുകേടാണ്. ആ കാഴ്ചയെ ഉണ്ടാക്കി തീർക്കുന്നത് മരുഭൂമിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ കഴിവോ ആണ്. പക്ഷേ അതിൽ ഭ്രമിച്ച് ആ വെള്ളം സത്യമാണ് എന്ന് കരുതി ആ വെള്ളം കുടിക്കാനായി മരുഭൂമിയിലൂടെ പായുന്ന മനുഷ്യരുടെ പിടിപ്പുകേടാണ് ഈ ഭ്രമത്തെ സത്യം എന്ന് കരുതുന്നത്. ഭ്രമം കണ്ടോട്ടെ. ഈ പ്രപഞ്ചഭ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പരമാത്മാവിൽ അനാദികാലമായി എന്ന് മുതൽ തുടങ്ങി എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ബ്രഹ്മം അനശ്വരമായ വസ്തുവാണ്, അനാദിയായി നിലനിൽക്കുന്നതാണ്. അപ്പം അതുള്ളിടത്തോളം കാലം അത് പ്രപഞ്ചം എന്ന പോലെ കാണപ്പെടും. പ്രപഞ്ചം എന്ന പോലെ ഈ ആത്മാവിനെ ആക്കി തീർക്കുന്നത് ബ്രഹ്മത്തിൻ്റെ തന്നെ ശക്തിയായ മായയാണ്. ഈ മായയുടെ ഉത്പന്നങ്ങളാണ് നമ്മുടെ ശരീരവും പ്രാണനും മനസ്സും ബുദ്ധിയും. എന്തിന്? അഹങ്കാരം വരെയുള്ള സകലതും മായയുടെ സൃഷ്ടിയാണ്. ആ മായയെ നമ്മൾ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഈ ദൃശ്യങ്ങളെയൊക്കെ പൊടുന്നനെ മാറ്റണം, ഇതെല്ലാം അപ്രത്യക്ഷമാകണം. അങ്ങനെയൊന്നും അപ്രത്യക്ഷമാവാൻ പറ്റില്ല. അങ്ങനെ ഒരു ശക്തി ആർക്കുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ സത്യം എന്ന് കരുതാതെ ഇവിടെ ജീവിക്കാം. ഇതിൽ മോഹിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാഴ്ച കണ്ടോട്ടെ, അതിനെ ബ്രഹ്മമായി കാണാൻ പരിശീലിക്കൂ, അഭ്യസിക്കൂ. ആദ്യം കുറച്ചു കാലം പ്രയാസം ഉണ്ടാവും. എന്തും പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത്, നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് 12-15 കൊല്ലം പഠിക്കുന്നുണ്ടല്ലോ. 1-ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഈ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരും സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടാത്തത്. ഈ കുട്ടികളുടെ മനഃശാസ്ത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ്. ഇന്ന് സ്കൂളിൽ പോകണ്ട, അതുപോലെ വെള്ളിയാഴ്ച ഇനി 2 ദിവസം അവധിയാണ്, ശനിയും ഞായറില്ല. ആ 2 ദിവസം എന്തൊക്കെ കളികൾ കളിക്കാം, എവിടെയൊക്കെ പോവാം, കറങ്ങാൻ പോവാം. അപ്പോൾ വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് കുട്ടികൾക്ക്, അന്നും ഇന്നും. പിന്നെ ഇപ്പോഴും ശനിയാഴ്ചയും കൂടെ സ്കൂളുള്ളത് കൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒരു ദിവസമല്ലേ അവധി കിട്ടുന്നുള്ളൂ. ഈ സെൻട്രൽ സ്കൂളിലൊക്കെ ഒറ്റ ദിവസമേ ഉള്ളൂ അവധി. പിന്നെ സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും മാത്രം അവർക്ക് അവധി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവധി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒഴിവുകാലം അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അത്യന്തം സന്തോഷം ജനിപ്പിക്കുന്നതാണ്. ഇന്ന് പണിക്ക് പോണ്ട, ഇന്ന് ഞായറാഴ്ചയാണ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം, പതുക്കെ എണീറ്റാൽ മതി, വീട്ടിലെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാം ആ ഒരു ദിവസം. അപ്പോൾ അവധി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്.
ഈ അവധി ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ നിന്നുള്ള ഒരു വിമുക്തി, അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കർമ്മത്തെ ഇവർ വാനോളം പുകഴ്ത്തുന്നത്? ഇതാണ് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് നേടണം. നേടുന്നതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നില്ല? പാതിരാത്രി എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നില്ല? അല്ല, അത് ക്ഷീണം ഉണ്ടാകുന്നു, അപ്പം നമ്മൾ ഉറങ്ങിപ്പോകുന്നു. ശരി, ക്ഷീണം മാറിയാലും ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര സന്തോഷിക്കാൻ മാത്രം എന്താണുള്ളത് അതിൽ? നമ്മൾ കർമ്മത്തെ അല്ല ആഗ്രഹിക്കുന്നത്, കർമ്മത്തിൽ നിന്നുള്ള വിമുക്തിയെയാണ്, കർമ്മരഹിതമായ സ്ഥിതിയെയാണ് നമ്മൾ ഏവരും കൊതിക്കുന്നത്. പക്ഷെ അത് സമ്മതിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ എപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന വ്യക്തിയാണ്. കർമ്മയോഗം, അതാണ് ശ്രീകൃഷ്ണൻ ഗീതയിൽ വളരെ വിശേഷപ്പെട്ട ഒന്നായി പ്രഖ്യാപിച്ചത്. ഒക്കെ ശരി തന്നെ. കർമ്മയോഗം ആർക്കാണ്? കർമ്മം ചെയ്യാതെ പറ്റില്ല. കർമ്മവാസന വളരെയധികം ഒരാളുടെ മനസ്സിനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കർമ്മയോഗം. അല്ലാതെ കർമ്മം ചെയ്യൂ എന്ന് പറയാൻ ഉപനിഷത്തുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർക്കോ അശേഷം ഇഷ്ടമില്ല. ശാന്തനായിരിക്കും. ഈ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് തന്നെ ശാന്തനായിരുന്നു കൊണ്ട് വേണം. തജ്ജളാനിധി ശാന്ത ഉപാസീത. ശാന്തി കൈവരിക്കാനുള്ള പ്രയത്നം അത് ശാന്തമായി ചെയ്യേണ്ടതാണ്. കാരണം നിശ്ചലതയാണ് നമുക്ക് ആവശ്യം. നിശ്ചലതയെ കർമ്മത്തിലൂടെ എങ്ങനെ നേടാൻ പറ്റും? സാധ്യമല്ല. മനസ്സിൻ്റെ നിശ്ചലത, അതാണ് അന്തിമമായി നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സുഖം. അപ്പോൾ ഹേയം ഉപാദേയം എന്നുള്ള ബുദ്ധി, അതിന് പ്രസക്തിയില്ല. വേണം വേണ്ട, ഇഷ്ടമാണ് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ചിന്തകൾക്ക് പ്രാധാന്യം നൽകണ്ട. അത് മനസ്സിൻ്റെ ഒരു വിഭ്രമം മാത്രമാണ്. ഇന്ന് വേണമെന്ന് തോന്നുന്നത് നാളെ വേണ്ടാന്ന് തോന്നും, ഇന്ന് വേണ്ടാന്ന് തോന്നുന്നത് നാളെ വേണമെന്ന് തോന്നും. ഒരാളെ ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയും, അയാൾ തനിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ തനിക്ക് അഹിതമായ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അയാളെ നമ്മൾ പിന്നീട് വെറുക്കാൻ ആരംഭിക്കും. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല. അതാത് വ്യക്തിയെ സംബന്ധിച്ചാണ് ഒരാൾ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ വെറുക്കപ്പെടുന്നവൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഭാവങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട രാമ, അങ്ങനെ ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എല്ലാം ബ്രഹ്മമാണ് എന്ന ഭാവത്തെ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ആ ബ്രഹ്മത്തിൽ വെറുതെ ബ്രഹ്മത്തിൻ്റെ സച്ചിദാനന്ദ സ്വരൂപം മാറാതെ തന്നെ അതിൽ ഉണ്ടായി മറയുന്ന ജഗത്തിൻ്റെ തോന്നൽ സംഭവിക്കുന്നു. അപ്പോൾ അത് വിവർത്ത രൂപത്തിൽ ബ്രഹ്മത്തിൽ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. കയറിലെ സർപ്പം വിവർത്തമാണ്, മരുഭൂമിയിലെ കാനൽ ജലം വിവർത്തമാണ് എന്ന് പറഞ്ഞാൽ അധിഷ്ഠാന സത്തയ്ക്ക് മാറ്റമൊന്നുമില്ല. പക്ഷേ അതിൽ മറ്റു പലതും ഉള്ളതുപോലെ തോന്നുന്നു. ചിത്തിൽ ജഡം ഉള്ളതുപോലെ കാണപ്പെടുന്നു. അതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. അത് മായയാണ്, അത് വാസ്തവമല്ല. ന വിദ്യതേ പരോ ലോകോ ബാർഹസ്പത്യസ്യ യസ്യതോ വിദോന്യത്തസ്യ കിംസാരം രാഗദ്വേഷാവതഃ കുതഃ. ന വിദ്യതേ പരോ ലോകഃ. പരലോകം എന്നൊന്നില്ല. ചത്തുപോകുന്നവരൊക്കെ പരലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെയാണ് ശാസ്ത്രങ്ങൾ വിവരിക്കുന്നത്. ഇതറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ വർണ്ണിച്ചു തരുന്നു ശാസ്ത്രങ്ങൾ. നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഇവരാരും ഇല്ലാതാവുന്നത് നമുക്കിഷ്ടമല്ല. ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായി നശിക്കുന്നത്, ആ വ്യക്തി തന്നെ നാമാവശേഷനായി തീരുന്നത്
ആർക്കും ഇഷ്ടമല്ല. ഞാനും ഇല്ലാതാവരുത്, എൻ്റെ പ്രിയപ്പെട്ടവരും ഇല്ലാതാവരുത്, എനിക്ക് പ്രിയപ്പെട്ടവരും ഇല്ലാതാവരുത്. പക്ഷേ അവരുടെ ശരീരം നിലംപതിക്കുന്നു, നിശ്ചലമായി അവരുടെ ശരീരം താഴെ കിടക്കുന്നു. വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, അനക്കമില്ല, ഹൃദയസ്പന്ദനം നാഡീസ്പന്ദനം ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, കണ്ണ് തുറന്ന് നോക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. അപ്പോഴെന്താ? ഓ, മരിച്ചുപോയി. ശരി, മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് ഒരാളുണ്ടായിരുന്നു. ആ ആളിനെ ഓരോരുത്തരും അവരവരുമായി ബന്ധപ്പെടുത്തി ഓരോ തരം ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് വ്യവഹരിച്ചിരുന്നു. ഇപ്പം അദ്ദേഹം അനങ്ങുന്നില്ല. ഇപ്പം എന്താ? പോയി. ആര് പോയി? എങ്ങോട്ട് പോയി? എന്തിനു പോയി? ഇതൊന്നും മനുഷ്യൻ വേണ്ടവണ്ണം ചിന്തിക്കുന്നില്ല. എന്നിട്ട് അലമുറയിട്ട് കരയുന്നു. അലമുറയിട്ട് നെഞ്ചത്തടിച്ച്, വയറ്റത്തടിച്ച്, തലയിലടിച്ച് കരയുന്നു. എനിക്കിനി ആരുമില്ലേ, അയ്യോ എന്നെ ഇട്ടേച്ചു പോയേ. ആരിട്ടേച്ചു പോയി? അങ്ങേര് നേരത്തെ തന്നെ നിങ്ങളുടെ കാര്യമൊന്നും നോക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പൊ മരിച്ചു പോകുമ്പോൾ മാത്രം എന്നെ ഇട്ടേച്ചു പോയേ എന്ന് നിലവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാലും പേരിന് ഒരാളെങ്കിലും ഉണ്ടായിരുന്നല്ലോ അവിടെ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, എന്നോട് സംസാരിക്കാൻ. ഇപ്പൊ ആ ഒരു പരിചരണം, ഒരു കെയർ കിട്ടുന്നില്ല. ആ കെയർ കിട്ടാത്തത് കൊണ്ടുള്ള കരച്ചിലാണ്, അല്ലാതെ ആ വ്യക്തി മരിച്ചു പോയത് കൊണ്ടല്ല. മരിച്ചവർക്ക് വേണ്ടി ആരും ഇന്നേ വരെ കരഞ്ഞിട്ടില്ല, ഇനിമേൽ കരയാൻ പോകുന്നുമില്ല. ആ വ്യക്തിയിൽ നിന്ന് തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രതിഫലങ്ങളോ സൗകര്യങ്ങളോ ആശ്വാസവാക്കുകളോ ഒക്കെ ഇനി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആണ് ഒരാളുടെ മരണത്തിൽ അയാളുടെ അടുത്ത ബന്ധുക്കൾ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നത്. ഒക്കെ സ്വാർത്ഥതയാണ്. ഈ മരിച്ച ആള് ഒറ്റയ്ക്കാണല്ലോ പോകുന്നത് പരലോകത്തേക്ക്. ഒറ്റയ്ക്കാണ് ഓരോ ജീവനും യാത്രയാകുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ, ഗരുഡ പുരാണവും മറ്റുമൊക്കെ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ പൂ പറിക്കാൻ പോരുമോ? പൂ പറിക്കാൻ പോണ്ട. അദ്ദേഹത്തിൻ്റെ കൂടെ ആ പരലോക യാത്രയിൽ അനുഗമിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അയ്യോ, ഞാൻ പോയ എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യം ആര് നോക്കും? അപ്പൊ പിന്നെ ഈ കരഞ്ഞതൊക്കെ മുതലക്കണ്ണീരായിരുന്നല്ലേ? എനിക്കാരും ഇല്ലെന്ന് പറഞ്ഞത്? അല്ല, ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് അത്രയും സ്നേഹം മറ്റേ വ്യക്തിക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരലോകത്തിൽ, ആ പരലോക യാത്രയിൽ ആ മരിച്ചുപോയ വ്യക്തിയെ അനുഗമിക്കുന്നില്ല? അല്ല, അത് എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണം. ശരി, ജീവിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സ്വമനസാലെ ഞാൻ ഈ ലോകത്ത് നിന്ന് പോകാൻ തയ്യാറാണ് എന്ന് ആത്മാർത്ഥമായി ഏതെങ്കിലും വ്യക്തി പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പറയും, ഉറപ്പാണ്. നമുക്ക് ജീവിച്ച് കൊതി തീരുകയില്ല. എത്ര ജീവിച്ചാലും ഇനിയും ജീവിക്കണം. ഇവിടെ ഒന്നും അനുഭവിക്കാൻ വേണ്ടിയല്ല. കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, വായ്ക്ക് രുചി എന്നുള്ളത് അറിയാനേ പറ്റുന്നില്ല, നാവിന് രുചി അറിയാനുള്ള ശേഷി തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ എണീറ്റ തലകറക്കം, നടക്കാനും ഇരിക്കാനും ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്, പിന്നെ സന്ധിവേദന, നടുവേദന, കഴുത്ത് വേദന, മുട്ടുവേദന, ഇങ്ങനെ വേദനയില്ലാത്ത ഒരൊറ്റ ഭാഗം ശരീരത്തിലില്ല. ഇങ്ങനെയുള്ള ജീർണിച്ച ശരീരത്തെ വെച്ചുകൊണ്ട് എന്ത് സുഖമാണ് ഈ വൃദ്ധജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്? സുഖം അനുഭവിക്കാനല്ല, ഞാൻ മരിച്ചു പോകുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ ഇല്ലാതാവരുത് എന്നാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. സുഹൃത്തെ, നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഈ സത്യം മനസ്സിലാക്കൂ. നിങ്ങൾക്ക് നിങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അനശ്വരമായ ആത്മതത്വമാണ്. നിങ്ങൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിച്ചാലോ നിങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ഓർത്താണ് നിങ്ങൾ കരയുന്നത്? ചത്തുപോവും, മരിച്ചുപോവും. ഇതാണല്ലോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന കാര്യം. സുഹൃത്തെ, നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല. മരണമില്ല, മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും.
നരസുരരാതിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം, പൊരുളല്ല ഇതോർത്തിടണം. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളാണ്. ജനന മരണങ്ങൾ ഇല്ല. ജനിക്കുന്നതായി തോന്നുന്നു, അതിനെ തുടർന്ന് വളരുന്നതായി തോന്നുന്നു, പിന്നീട് ജീർണിക്കുന്നതായി തോന്നുന്നു, അവസാനം മരിക്കുന്നതായി തോന്നുന്നു, പുനർജനിക്കുന്നതായും തോന്നുന്നു. എല്ലാം തോന്നൽ 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 മാത്രം. ഭ്രമം ഇല്ലാന്ന് തീരുമാനിക്കുക. വീട്ടിൽ പോയിട്ടല്ല, ഇപ്പോൾ വെച്ച് ഇവിടെ വെച്ച് വേണം, ഈ സമയത്ത് വേണം ഈ തീരുമാനം എടുക്കേണ്ടത്. ഇതിൽ മോഹിച്ചു പോകരുത്. പ്രപഞ്ചത്തിലും ശരീരത്തിലും മോഹബദ്ധരായി കഴിയരുത്. നവിദ്യതേ പരോലോക, പരലോകം എന്നൊന്നില്ല. അതായത് മരിച്ചു പോയതിന് ശേഷം നമ്മളൊക്കെ എത്തിച്ചേരുന്ന ഒരു ലോകം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് ഏത് ദിശയിലാണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരിടത്തും പറയുന്നില്ല. ഈ ലോകത്തല്ല, ഊർധ്വലോകമാണ്, മുകളിലെങ്ങോ ആണ്. ഒരുപാട് യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. അപ്പോൾ അതിന് വണ്ടിയോ എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ യാത്ര ചെയ്താണ് പോകേണ്ടത്. നടന്നാണോ പറന്നാണോ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന ഒരാൾ, പരേതാത്മാവ് മറ്റ് ലോകങ്ങളിൽ, പിതൃലോകം തുടങ്ങിയ ലോകങ്ങളിൽ എത്തുന്നു. യമലോകം എന്നൊന്നുണ്ട്, അതാണ് പറയുന്നത്. അവിടെ പോകുന്നു. ഇത് ഏത് ദിശയിലാണ്? ഇപ്പോൾ ഒരു റോക്കറ്റ് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചാൽ അതിനൊരു പ്രത്യേക ദിശയുണ്ട്. ആ ദിശയിൽ അതിനെ വിക്ഷേപിച്ചാൽ ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ അത് എത്തുകയുള്ളൂ. ഇപ്പം ഡയറക്ഷൻ പറയാതെ മുകളിൽ എന്ന് പറഞ്ഞാൽ അനന്തമായ ആകാശം വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിൽ ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് നമ്മൾ പരലോകത്തെത്തുക? അതൊന്നും പറയുന്നില്ല. മുകളിൽ നിന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഉണ്ടാവും. ഈ മരിച്ചുപോയവരൊക്കെ അവിടെ ഉണ്ടാവും. പുണ്യമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പാപികളാണ്, ധാരാളം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെന്നെത്തുന്നത് നരകത്തിലുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഓരോ സങ്കല്പമാണ്. ഏത് ലോകത്തായാലും നമുക്ക് പ്രിയപ്പെട്ടവർ ഇല്ലാതാവുന്നില്ല. അവർ ഏതോ ഒരു രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ കേൾക്കാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെ വിവരിച്ചു തന്നു. മറ്റു ലോകങ്ങളിൽ അവരുണ്ടാവും, അല്ലാതെ ഇല്ലാതാവുന്നില്ല. ആ പരേതാത്മാക്കൾക്ക് വേണ്ടി ബലിതർപ്പണവും ശ്രാദ്ധവും ഒക്കെ നിങ്ങളിവിടെ, പിതൃപ്രീതിയും ഒക്കെ ഇവിടെ നടത്തും. ഇതിൻ്റെ ഫലം അവർക്ക് കിട്ടും. ഇപ്പം നമ്മളതിൽ വിശ്വസിക്കുന്നു. അവരില്ലാതായി പോകുന്നത് നമുക്ക് ഭാവന ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവർക്കായിട്ട് നമ്മളിവിടെ എന്തൊക്കെയോ കർമ്മം ചെയ്യുന്നു. ഇതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. പരലോകം എന്നൊന്നില്ല. ബാർഹസ്പത്യസ്യ യസ്യതു, ബാർഹസ്പത്യൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ പിൻഗാമികൾ, ബൃഹസ്പതിയുടെ പുത്രൻ എന്നും അർത്ഥമുണ്ട്. ബൃഹസ്പതിയുടെ പിൻഗാമികൾ. ഈ ബൃഹസ്പതി എന്ന് പറയുന്നയാൾ എനിക്ക് തോന്നുന്നത് വൈശേഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. വൈശേഷികം എന്നൊരു ദർശനമുണ്ട്, ഷഡ്ദർശനങ്ങളിലൊന്നാണ്. അല്ല, ആ ദേവഗുരുവല്ല. ഇവിടെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു ആചാര്യനാണ് ബൃഹസ്പതി. അദ്ദേഹമാണ് വൈശേഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, ചാർവാക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണോ എന്നൊരു സംശയമുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. നാളെ പറയാം നോക്കിയിട്ട്. ഇപ്പോൾ ഈ ബൃഹസ്പതിയുടെ പിൻഗാമികൾ അവരാണ് ബാർഹസ്പത്യന്മാർ. ഇതിൽ പറയുന്നത് ബൃഹസ്പതി പ്രണീത ബുദ്ധശാസ്ത്രാനുസാരിണ. ബുദ്ധശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബൗദ്ധമതം. ബൗദ്ധമതത്തിൻ്റെ ഒരു ആചാര്യനാവാം ഈ ബൃഹസ്പതി എന്നുള്ളത്. എന്താണെന്നുള്ളത് ഇപ്പോൾ ഇദ്ദേഹം ആ അർത്ഥത്തിലാണ് ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നത്. ഈ ബാർഹസ്പത്യന്മാരുടെ, ബൃഹസ്പതിയുടെ ശിഷ്യന്മാരുടെ വാദം അല്ലെങ്കിൽ അവരുടെ വീക്ഷണം, അത്
യാതൊരു കഴമ്പുമില്ലാത്തതാണ്. അതായത് ക്ഷണിക വാദം എന്നൊരു വാദമുണ്ട്. ക്ഷണിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിനെ ഈ ക്ഷണത്തിൽ അറിയുന്നത് പോലെയല്ല അടുത്ത ക്ഷണത്തിൽ അറിയുന്നത്. ആ വസ്തു പൂർണ്ണമായി പരിണമിച്ചിട്ടുണ്ടാവും. ഒരു സെക്കൻഡിൽ കാണുന്ന ഒരു വസ്തുവിനെയല്ല അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുക. അല്ല, നമുക്ക് അത് നേരത്തെ കണ്ട അതുപോലെയാണ്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ തോന്നുന്നത്. അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. ഓരോ സെക്കൻഡിലും വസ്തുക്കൾ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഒഴുകുന്ന ഒരു നദിയെപ്പോലെയാണ്. 5 മണിക്ക് നിങ്ങൾ കാണുന്ന നദിയല്ല 5 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ കാണുന്ന നദി. ആ 1 സെക്കൻഡിൽ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ വെള്ളം ഒഴുകി പോയി കഴിഞ്ഞു, പുതിയ വെള്ളമാണ് ഒഴുകി വരുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട നദിയല്ല കഴിഞ്ഞ സെക്കൻഡിൽ കണ്ട നദിയല്ല തുടർന്നുള്ള അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാം മാറി മറിയുന്നു, ഒന്നിനും ശാശ്വത സ്ഥിതിയില്ല എന്നാണ് ഈ ക്ഷണിക വിജ്ഞാനവാദികൾ അഭിപ്രായപ്പെടുന്നത്. ഹേയോപാദേയ ഭാവേന രാഗദ്വേഷ പ്രസക്തിരിതി വിജ്ഞാനൈകസ്കന്ധവാദിനഃ ബൗദ്ധസ്യാപി സമ്മതം. ഈ ബുദ്ധ മതം അല്ലെങ്കിൽ ക്ഷണിക വിജ്ഞാനവാദികളുടെ ആ വാദത്തോട് വസിഷ്ഠ മഹർഷി യോജിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മതവും എനിക്ക് സ്വീകാര്യമാണ്. അതായത് പലതരത്തിലുള്ള ദർശനങ്ങളുണ്ട്. ആ ഓരോ ദർശനത്തിലുമുള്ള ചില അംശങ്ങളുമായി ഞങ്ങൾക്ക് യോജിപ്പുണ്ട്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമായിട്ടും പൂർണ്ണമായി യോജിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ചില കാര്യങ്ങളിൽ ഓരോരോ അംശങ്ങളിൽ ഞങ്ങൾ യോജിക്കുന്നുണ്ട്. ഹേയോപാദേയ ഭാവേന രാഗദ്വേഷ പ്രസക്തി, ആ അംശത്തിൽ ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലതിനെ നമുക്ക് സ്വീകരിക്കണം, ചിലത് വേണം, ചിലത് വേണ്ട. ഇങ്ങനെയുള്ള ഭാവമാണ് രാഗദ്വേഷങ്ങൾക്ക് കാരണം. എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കാരണം. ഇത് ഈ ക്ഷണിക വിജ്ഞാനവാദികളുടെ ഒരു വാദമാണ്. അവരുടെ വാദം, അവരുടെ വീക്ഷണവും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. പക്ഷേ ക്ഷണിക വിജ്ഞാനം അസാരമിത്യേവ തന്മതമുപേക്ഷിതവ്യം ഇത്യാഹ. ഈ ഒരംശത്തിൽ ഞങ്ങൾക്ക് ക്ഷണിക വിജ്ഞാനവാദികളോട് യോജിപ്പുണ്ടെങ്കിലും അവരുടെ മറ്റ് സിദ്ധാന്തങ്ങളോട്, അതായത് അന്തിമമായ സത്യം എന്താണ് എന്ന് അവർ പറയുന്നതിനോട് ഞങ്ങൾക്ക് അശേഷം യോജിപ്പില്ല. ക്ഷണിക വിജ്ഞാനം എന്ന് പറയുന്നത് കഴമ്പില്ലാത്ത വാദമാണ്. അതുകൊണ്ട് ആ വാദത്തെ ഉപേക്ഷിക്കുക തന്നെ വേണം എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ബാർഹസ്പത്യസ്യ ബൃഹസ്പതി പ്രണീത ബുദ്ധശാസ്ത്രാനുസാരിണഃ യസ്യ വാദിനഃ ക്ഷണിക വിജ്ഞാനാത് പരഃ അന്യഃ ലോക്യത ഇതി ലോകോ ജഗത് ന വിദ്യതേ തസ്യ. അതായത് ക്ഷണിക വിജ്ഞാനവാദികൾ അവർ ഈ ലോകം ഉണ്ട്, സത്യമാണ് എന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ഇത് അനുനിമിഷം പരിണമിക്കുന്ന ഒന്നാണ്. തൊട്ട് മുമ്പ് കണ്ട ജഗത്തിനെ അല്ല പിന്നീട് കാണുന്നത്. ഓരോ സെക്കൻഡിലും പുതിയ പുതിയ ലോകത്തെയാണ് അല്ലെങ്കിൽ വസ്തുക്കളെയാണ് നമ്മൾ കാണുന്നത്. കാരണം പഴയതിൻ്റെ ആ ഭാവം പരിണമിച്ചു കഴിഞ്ഞു, ഇപ്പോൾ പുതിയ ഒന്നിനെയാണ് കാണുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. ലോക്യതേ ഇതി ലോകഃ, ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കാണപ്പെടുന്നത് എന്നാണ്. കാണപ്പെടുന്നത്, നമ്മാൽ അനുഭവിക്കപ്പെടുന്നത്. ആ പ്രപഞ്ചം സത്യമല്ല എന്നാണ് വേദാന്തികളുടെ അഭിപ്രായം. ഇപ്പോൾ ക്ഷണിക വിജ്ഞാനവാദികൾ പ്രപഞ്ചത്തെ മിഥ്യയാണ് എന്ന് പറയുന്നില്ല. പ്രപഞ്ചം സത്യമാണ്, പക്ഷേ അത് അനുക്ഷണം പരിവർത്തനത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനോട് വസിഷ്ഠ മഹർഷിക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോ നിർവിഷയത്വാദേവ രാഗദ്വേഷവും കുതഃ ന പ്രസജ്ജേതേ ഏവ കിന്തു വിദഃ അന്യത് കിം സാരം നിത്യം പുരുഷാർത്ഥരൂപം
യത് സംഭാവനയാ വിദഃ ശാശ്വതത്വം സ നേച്ഛതി ഇത്യർത്ഥ. നിർവിഷയത്വാദേവ എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ, യാതൊരു കഴമ്പുമില്ലാതെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. രാഗദ്വേഷങ്ങൾ ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം വേണം. അതുകൊണ്ട് രാഗദ്വേഷങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യവസ്തുക്കൾ സത്യമാണ് എന്നാണ് അവർ പറയുന്നത്. വിദഃ അന്യത് കിം സാരം. അപ്പോൾ ഈ മാറിമറിയുന്ന പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവാണ് വാസ്തവത്തിൽ മാറ്റമില്ലാത്തത്. പ്രപഞ്ചം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. ആ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ അറിയുന്നു. അപ്പോൾ ആ മാറുന്ന അറിവ് മാത്രമാണ് വാസ്തവം. മാറുന്ന അറിവാണ് യഥാർത്ഥം, മറ്റുള്ളതെല്ലാം കള്ളം എന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ക്ഷണിക വിജ്ഞാനവാദികൾ എന്ന് പറയുന്നത്. വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ക്ഷണികമാണ്, പക്ഷേ അതാണ് സത്യമായിട്ടുള്ളത്. അല്ലാതെ പ്രപഞ്ചം സത്യമല്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മാറിമറിയുന്ന അറിവ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതാണ് വാസ്തവം എന്ന് അവർ വാദിക്കുന്നു. നിത്യം പുരുഷാർത്ഥരൂപം യത് സംഭാവനയാ വിദഃ ശാശ്വതത്വം സ നേച്ഛതീത്യർത്ഥ. ഈ മോക്ഷമെന്ന് പറയുന്നത് ഇങ്ങനെ മാറിമറിയുന്ന അറിവിനെ വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിനെ കവിഞ്ഞ് മോക്ഷം എന്നൊരു സ്ഥിതി ഇല്ല. അവർക്ക് വേദാന്തികളുടെ മോക്ഷം എന്ന് പറയുന്ന ആ പരമപുരുഷാർത്ഥത്തോട് വലിയ യോജിപ്പില്ല. അവർക്ക് ക്ഷണിക വിജ്ഞാനം മാത്രമേ ഉള്ളൂ. ശാശ്വതമായ മോക്ഷസ്ഥിതി എന്നൊന്നുണ്ട് എന്നവർ അംഗീകരിക്കുന്നില്ല. രജിപുത്രാണാം അസുരാണാം ച വിമോഹനായ ബൃഹസ്പതിനാവി ബുദ്ധശാസ്ത്രം പ്രണീതമിതി മത്സ്യപുരാണാദൗ പ്രസിദ്ധം. മത്സ്യപുരാണം എന്ന് പറഞ്ഞ ഒരു പുരാണമുണ്ട്. കൂർമ്മപുരാണം, വരാഹപുരാണം. ഈ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളുണ്ടല്ലോ, ആ ഓരോ അവതാരത്തിൻ്റെയും പേരിൽ ഓരോ പുരാണങ്ങളുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, വാമനൻ, നരസിംഹം. ഈ പേരുകളിലെല്ലാം ഓരോ പുരാണവും ഉണ്ട്. മത്സ്യപുരാണം, കൂർമ്മപുരാണം, വരാഹപുരാണം, വാമനപുരാണം, നരസിംഹപുരാണം. രാമനെക്കുറിച്ചുള്ളത് പുരാണമില്ല, പക്ഷേ രാമനെക്കുറിച്ച് ഒരു ഇതിഹാസമുണ്ട്. അതാണ് രാമായണം. ഇനി ശ്രീകൃഷ്ണൻ്റെ പേരിലുള്ള പുരാണമാണ് ഭാഗവത പുരാണം. കൽക്കി പുരാണം എന്നൊരു പുരാണവുമുണ്ട്. അപ്പോൾ രജിപുത്രന്മാരായ അസുരന്മാർ. ഈ രജിപുത്രന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അസുരന്മാർ ദിതിയുടെ പുത്രന്മാരാണ്, ദൈത്യന്മാർ എന്നാണ് അവരുടെ പേര്. ഇപ്പോൾ ഇതിൽ എന്താണ് രജിപുത്രന്മാരായ അസുരന്മാരുടെ ആ അസുരന്മാരെ മോഹിപ്പിക്കാനായി ബൃഹസ്പതിയാണ് ഈ ക്ഷണിക വിജ്ഞാനവാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു ശാസ്ത്രം രചിച്ചത്. ബുദ്ധശാസ്ത്രം പ്രണീതം എന്ന് മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. മത്സ്യപുരാണം എന്നൊരു പുരാണമുണ്ട്, ആ പുരാണത്തിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. മത്സ്യപുരാണം തുടങ്ങിയ പുരാണങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാദങ്ങളോടൊക്കെ ചില അംശങ്ങളിൽ വേദാന്തിക്ക് അല്ലെങ്കിൽ വസിഷ്ഠനെ പോലെയുള്ള ആചാര്യന്മാർക്ക് യോജിപ്പുണ്ട്. പൂർണ്ണമായി അവരുടെ വാദത്തെ തിരസ്കരിക്കുന്നില്ല. പക്ഷേ എല്ലാ അംശങ്ങളിലും അവരുടെ ശാസ്ത്രത്തെ അപ്പടി അംഗീകരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ വേദാന്തവുമായി യോജിപ്പുള്ള ഓരോരോ അംശങ്ങൾ മറ്റ് ദർശനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അപ്പോൾ ചില കാര്യത്തിൽ എനിക്ക് പലരുമായിട്ടും യോജിപ്പുണ്ട്.